കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് പിന്നാലെ കോഴിക്കോട് അത്തോളിയിലെ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയും നിക്ഷേപകരുടെ പരാതി വരുന്നു. ജോലി വാഗ്ദാനം നൽകി സ്ഥിരം നിക്ഷേപം വാങ്ങി കബളിപ്പിച്ചു എന്നാണ് ആരോപണം. പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായില്ല എന്നും സൊസൈറ്റി പ്രസിഡന്റിന്റെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും നടുവണ്ണൂർ സ്വദേശിയായ ബാലഗോപാലൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്നാൽ സൊസൈറ്റി പ്രസിഡന്റ് പ്രഭിത ഈ ആരോപണത്തെ നിഷേധിച്ചു. വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും ചെറുകിട സമ്പാദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കാനും 18 വർഷം മുൻപ് ആരംഭിച്ചതാണ് അത്തോളി വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്നാൽ ഗുരുതര ആരോപണങ്ങളാണ് സൊസൈറ്റിക്കെതിരെ ഉയരുന്നത്. മരുമകൾക്ക് സൊസൈറ്റിയിൽ ക്ലർക്ക് തസ്തികയിൽ സ്ഥിരം നിയമനം ലഭിക്കാനായി 25 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടെന്ന് നടുവണ്ണൂർ സ്വദേശി ബാലഗോപാലൻ ആരോപിച്ചു. അപ്പം 3-4 വർഷം പോലെയാണ് ഇതാകുന്നത്. നമുക്ക് അതിൻ്റെ മുതലും തരുന്നില്ല, ഇപ്പം പലിശയും തരുന്നില്ല, ജോലിയുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സംഗതി ഉള്ളത്. അപ്പോൾ നമ്മൾ പലതവണ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ബാങ്കായിട്ട് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടും ബാങ്കായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്ന ഒരു കാരണവശാലും അവർ നമ്മളെ തിരിച്ചയക്കാന്നല്ലാണ്ട് ഒരു പൈസ ഇതുവരെ തന്നിട്ടില്ല. റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ബാലഗോപാലൻ പെൻഷൻ തുകയിൽ നിന്നുള്ള 6 ലക്ഷമടക്കം ആകെ 19 ലക്ഷം രൂപയും നിക്ഷേപമായി നൽകി. എന്നാൽ വാഗ്ദാനം ചെയ്ത ജോലി നൽകാതെ കബളിപ്പിച്ച സൊസൈറ്റി 2 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു നൽകിയത്. പലതവണ നിക്ഷേപത്തുക തിരിച്ചു ചോദിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. പോലീസിന് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ സൊസൈറ്റി പ്രസിഡന്റിന്റെ ഭർത്താവ് ഗിരീഷ് മൊടകല്ലൂർ ഭീഷണിപ്പെടുത്തിയതായും ബാലഗോപാലൻ പറയുന്നു. നിങ്ങൾ ചാനലുകാരെയോ മറ്റുള്ള ആരെയും കൊണ്ടുപോകുന്ന കാര്യമൊന്നുമില്ല. ഞാനിത് കുറേ കണ്ടതാണ്. അതിൻ്റെ ഭീഷണിപ്പെടുത്തും വേണ്ട, ഇത് ഗിരീഷ് മൊടക്കല്ലൂരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നെ ഭീഷണിപ്പെടുത്തി. നമ്മൾ പൈസ ഇട്ടിട്ട് നമുക്ക് അതിന് വേണ്ടതായ ഒരു ഇതും തരാണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയതിനെ കൊണ്ട് നമുക്ക് ഭയങ്കര വിഷമായി തീർന്നു. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത നടപടി പോലീസിൽ ഒന്നുകൂടി പരാതി കൊടുക്കുക. AR അസിസ്റ്റന്റ് രജിസ്ട്രാർ കൊയിലാണ്ടിക്ക് ഒരു പരാതി കൊടുക്കുക. ഒക്കെ കൊടുത്തു കഴിഞ്ഞതാണ്. പക്ഷേ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല. നിരന്തരമായി നിക്ഷേപത്തുക തിരിച്ചു ചോദിച്ചതിന് പിന്നാലെ ഗിരീഷ് മൊടകല്ലൂർ 3 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയെന്നും എന്നാൽ ചെക്ക് മടങ്ങിയെന്നും ബാലഗോപാലൻ പറഞ്ഞു. അത്തരമൊരു ചെക്കിനെ കുറിച്ച് അറിയില്ലെന്നാണ് സൊസൈറ്റി പ്രസിഡന്റ് പ്രഭിതയുടെ വിശദീകരണം. സൊസൈറ്റിയിൽ ബാലഗോപാലൻ എന്ന് പറഞ്ഞ വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 6 ലക്ഷം രൂപയോളം അവരെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ 3 ലക്ഷം രൂപ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 ലക്ഷവും അതിൻ്റെ പലിശയും കൊടുക്കാനുണ്ട്. ഈ കൊടുത്ത 3 ലക്ഷത്തിൻ്റെ ഡോക്യുമെൻ്റ് അവർ നമുക്ക് കൈമാറിയിട്ടില്ല ഇതുവരെ. പിന്നെ നിങ്ങൾ പറയുന്ന ചെക്കിൻ്റെ കാര്യം എനിക്കറിയില്ല. ഞാനങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് ഒപ്പിട്ടൊരു ചെക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സമാനമായ തട്ടിപ്പാണ് അത്തോളിയിലും നടന്നിരിക്കുന്നതെന്നും അന്വേഷണം വേണമെന്നുമാണ് നിക്ഷേപകരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.